അപ്പോൾ ലെറ്റ്സ് മേക്ക് നമ്മൾ ദുബായിൽ നിന്ന് കൊണ്ടുവരുന്ന ബൗണ്ടി മുട്ടായില്ലേ അതന്നെ. അപ്പോൾ വെറും 3 ചേര് വെച്ചിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. തേങ്ങ എടുക്കുക, തേങ്ങ എന്നിട്ട് ചിരകിയിട്ട് ബാക്കത്തെ ബ്രൗൺ സാധനങ്ങളൊക്കെ അല്ലേ അതൊക്കെ കളയാം. എന്നിട്ട് മിക്സിയിലിട്ടിട്ട് നല്ലോണം അങ്ങോട്ട് ക്രഷ് ചെയ്യുക. എന്നിട്ട് അത് നല്ലോണം ഒരു പാനിലിട്ടിട്ട് ഞാനിവിടെ എടുത്തത് അത്യാവശ്യം മൂപ്പ് കുറവുള്ള ഒരു തേങ്ങയാണ്. അതിൻ്റെ ആ പാലൊക്കെ വറ്റി വരുന്ന വരെ നല്ലോണം സോട്ട് ചെയ്യുക. അത് നമുക്ക് അറിയാൻ പറ്റും. എനിക്കിപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ് എല്ലാത്തിലും ഞാൻ കാണിക്കൽ കേട്ടോ. ഒക്കെ അടിപൊളി ആവലുണ്ട്. എന്നിട്ട് പിന്നെ അതിൻ്റെ നല്ലോണം നമുക്കിത് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് അറിയാൻ പറ്റും. അതായത് അതിൻ്റെ ആ ഒരു വെള്ളം ആ ഒരു ഇതൊക്കെ തേങ്ങാപ്പാലൊക്കെ ആ ഒരു പറ്റി വരുന്ന ഒരു സമയം നമുക്ക് അറിയാൻ പറ്റും. അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുക. അത് ഞാനിവിടെ ഒരു ചെറിയൊരു കണ്ടൻസ്ഡ് മിൽക്ക് അതൊരു 3/4 ഭാഗം ഒഴിക്കുന്നുണ്ട്. ഓക്കെ, ഇത്ര തന്നെ വേണ്ട. ഞാനിവിടെ 2 തേങ്ങയായിട്ട് കൊടുത്തത്. 2 തേങ്ങ മുറിയല്ല, 2 തേങ്ങ. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഇങ്ങോട്ട് മിക്സ്. ഞാനിതിൽ എന്ത് സ്വീറ്റൻഡ് ആയിട്ടുള്ള എന്ത് കാര്യം ഉണ്ടാക്കുകയാണെങ്കിലും ഞാൻ കുറച്ച് ഉപ്പിടും. എനിക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടേ പറ്റുള്ളൂ എന്താണെങ്കിലും, എന്നാലും എനിക്കൊരു റാഹത്താവുള്ളൂ. നമ്മൾ നെക്സ്റ്റ് പ്ലാനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 6 hours റെഫ്രിജറേറ്റ് ചെയ്യാൻ വെക്കണം. ഇന്നത് കുറച്ച് ഈ മിൽക്ക് മെയ്ഡ് കുറച്ച് കൂടിപ്പോയി. കുഴപ്പമില്ല, ഞാനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കും. എന്നിട്ട് നമ്മൾ ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്യാൻ വെക്കണം. ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്യലുണ്ട്. പക്ഷേ എനിക്ക് ഇത്ര ഫ്ലോപ്പ് ആവലില്ല. കുറേ നേരം ഇളക്കിയിട്ട് ഒന്നും ആവണില്ല. എന്നിട്ട് അവസാനം ഉമ്മ പറഞ്ഞു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു വെള്ളമൊന്നും ഒഴിക്കൽ, ഒന്നുമില്ലെങ്കിൽ ഫ്രഷ് ക്രീം അല്ലെങ്കിൽ പാല്. ഇവിടെ പാലില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ച് കുറച്ച് ബട്ടർ ഇട്ടിനി. ബട്ടറിൻ്റെ ചിലപ്പോൾ ഇതിൽ കാണാനുണ്ടാവില്ല, ഫ്രഷ് ക്രീമിൻ്റെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണാം. അങ്ങനെ കുറേ നേരം ഇളക്കിയിട്ട് അത് സെറ്റായി വന്നു. പക്ഷെ എവിടെയൊക്കെ ഒരു തകരാറുണ്ട്. ഇത് ഞാൻ ഈ സാധനം എടുത്തിട്ട് ഇതിൽ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയപ്പോഴും ഒരു ഷേപ്പ് അങ്ങോട്ട് കിട്ടുന്നില്ല. അത് ഇനി അതായത് എനിക്കാണെങ്കിൽ പോകാൻ ലേറ്റാവും ചെയ്ത്. അപ്പോൾ ഇനി ഇത് തണുക്കാഞ്ഞിട്ടാണോ ഇനി ഇത് കുറച്ച് ചൂടുണ്ടായിട്ടാണോ ഇതൊന്നും അറിയാൻ കഴിഞ്ഞില്ല. അവസാനം ഫസ്റ്റത്തെ അങ്ങനെ വെച്ച് ചോക്ലേറ്റ് അങ്ങനെ കഴിഞ്ഞ്, മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് അങ്ങനെ കഴിഞ്ഞ്. പിന്നെ ഞാൻ 2ാം പ്രാവശ്യം ഒരു 100 rupees ഡയറി മിൽക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഡയറി മിൽക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഇവിടെ വാങ്ങിച്ചാൽ കഴിഞ്ഞ്. അങ്ങനെ ഡയറി മിൽക്ക് ഫാമിലി പാക്ക് വാങ്ങിച്ച് 2ാം പ്രാവശ്യം അതിട്ട് മെൽറ്റ് ചെയ്ത് അപ്പോൾ സെറ്റായി. അപ്പം എൻ്റെ അമ്മേനെ മെൽറ്റ് ചെയ്ത്, അതുകൊണ്ടായിരിക്കും സെറ്റായത്. നിങ്ങൾ പറയുന്നുണ്ടാവും, പക്ഷെ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞെടുത്താ ഞാൻ കുളിച്ചിട്ട് വരാം, അപ്പം ഇതിന് റെഡിയാക്കി പറഞ്ഞതാണ്. അങ്ങനെ അതും സെറ്റാക്കി ഞാൻ എങ്ങനെയൊക്കെ ഒരു ഷേപ്പിൽ കോട്ട് ചെയ്ത് വെച്ചിന്. പക്ഷേ സാധനം ഉണ്ടല്ലോ, നിങ്ങളൊന്നും പറയണ്ട, സെറ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബൗണ്ടിനേക്കാൾ